How do you feel now? Better, doctor. Let's wait. ആരെങ്കിലും വരാതിരിക്കില്ല. I still have hope. Hope. അങ്ങേരിങ്ങനെ ഡെസ്പറേറ്റ് ആകുന്നതാ കൂടുതൽ കുഴപ്പം. ബന്ധുക്കളാരും അന്വേഷിച്ച് വരാത്തത് നമ്മുടെ കുറ്റം. റെയർ ഗ്രൂപ്പ് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് AB നെഗറ്റീവ്. ഡോണർ വന്നു. എവിടെ നിന്നെങ്കിലും ഡോണറെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ആര്? ആ ഏജന്റ് ശാരംഗ് ധരൻ. തോപ്രാങ്കുടിയാന്ന് കൊടും കാട. ആനയെ കാട്ടുപോത്തൊക്കെ ഉണ്ട്. ഏറുമാടത്തെ നിന്ന് അപ്പൻ ഇറങ്ങിയപ്പോഴാ കാണുന്നേ. എന്നതാ ഒരൊന്നാം തരം ഒറ്റയാൻ നേരെ മുമ്പിൽ നിൽക്കുക. ട്രെഞ്ചിനപ്പുറത്ത് തീ കൊടുത്തിട്ടുണ്ട്. അപ്പനൊരു തീക്കൊള്ളി എടുത്തേച്ചും പറയുവാ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ എന്ന്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഒരൊറ്റ നിപ്പ. ഒടുക്ക ആര് തോറ്റു? ഞാൻ തോറ്റു. ഒന്ന് നിർത്തണേ അവൻ്റെ ഒരു ഒടുക്കത്തെ കഥ. ഇയാൾ ആനയുടെ സൈഡാ. ബാക്കി പിന്നെ പറയാം. അപ്പൊ പറഞ്ഞതൊക്കെ മനസ്സിലായല്ല. ആരെങ്കിലും ചോദിച്ച സ്വന്തമായി ഇഷ്ടത്തിന് വന്നാന്ന് പറഞ്ഞേക്കണം. കാശിനാണെന്ന് ആരെങ്കിലും പറഞ്ഞ വണ്ടിക്കാശ് പോലും ഞാൻ തരില്ല. ഇടുക്കിക്ക് കമ്പത്തിലൊക്കെ പിറ്റാതെ എണ്ടി പോകേണ്ടി വരും. കേട്ടാ പന്നിയല്ലേ പന്നീർ ചെലവ. രൂപം കണ്ടി പറഞ്ഞതാണ്. ഉച്ചഭക്ഷണേ നിന്റെ സുനയെടുത്ത് ഞാൻ തോട്ടിക്കളെ. ഇനി എല്ലാവരും ഒരു വരിയായിട്ട് പോട്ടെ. ചേർന്ന് പോ. പേര്? പാപ്പച്ചൻ. വയസ്സ്? 50. അഡ്രസ്? കാഞ്ഞിരത്തറ, പീരുമേട്, ഇടുക്കി ജില്ല. വണ്ടിയെ വെച്ച് പരിചയപ്പെട്ടതാ. നല്ല മനുഷ്യനാണ്. വിൽക്കുന്നതിന്റെ അപ്പനാണ്. പുള്ളി പറഞ്ഞതാ. എന്റെ പേര് പീലിപ്പോസ്. മൈക്കെന്നാ എല്ലാരും വിളിക്കുന്നത്. അപ്പന്റെ പേരും മൈക്കെന്നായിരുന്നു. അഡ്രസ്? വിരിപ്പിൽ മൈക്കി സിറ്റി. അപ്പന്റെ പേര് സിറ്റിക്ക്. തോപ്രാങ്കുടി, ഇടുക്കി ജില്ല. അപ്പനും വിട്ടുകൊടുത്തില്ല, ആനയും വിട്ടുകൊടുത്തില്ല. ഉടുക്ക ഒറ്റ അലർച്ച. അയ്യോ അല്ല, ഞാനാ. കുത്തുമ്പോ പറഞ്ഞിട്ട് കുത്തണ്ടേ സിറ്ററെ? ഉറങ്ങുവാന്നോ? ഉറങ്ങുമായിരുന്നേ ഉറങ്ങിക്കോ. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. എന്നാ മുടിഞ്ഞ ചൂടാ. തോപ്രാങ്കുടി നിന്ന് വെളുപ്പിനെ കാല് കൊടുത്തതാ മോർണിംഗ് സ്റ്റാറിന്. നല്ല വെളുപ്പീരായിരുന്നു. 7 മണിയായപ്പോ മൂവാറ്റുപുഴ സ്റ്റാൻഡ് പിടിച്ചു. അതിരിക്കട്ടെ, എന്നാ വിടഞ്ഞതാ? എന്റെ പേര് പീലിപ്പോസ്. മൈക്കെന്നാ എല്ലാരും വിളിക്കുന്നേ. എന്റെ അപ്പന്റെ പേര് മൈക്കെന്നായിരുന്നു. സാറേ, ഉറങ്ങുവാന്നേ ഉറങ്ങിച്ചോ. നമ്മളാരെയും ശല്യപ്പെടുത്തുന്നില്ല. ഇവിടെ വന്നേ പിന്നെ മുഴുവൻ സെറ്റപ്പ് പാട്ടാ. പിന്നെ നിർത്തി. ഇയാളുടെ പണി നോക്കാം. എന്നാ പിന്നെ താൻ അവരെ വെച്ചുണ്ടാക്കിയാ മതി. ഞാൻ പോകും. അയാൾ പോട്ടെ. വേറെ ഇരിക്കല്ലോ നൂറവന്മാര്. അയാൾ AB നെഗറ്റീവാ. മേനോ സാറിന്റെ ഗ്രൂപ്പാ. തള്ളേ ചതിച്ച. ഞാൻ എന്ത് പറഞ്ഞ അവനെ വിളിക്കും? സാറേ ദൈവാധീനോ? അല്ലേ പിന്നെ ഇയാളെ കിട്ടുവോ? 6 മാസത്തിനിടക്ക് ആദ്യത്തെ AB നെഗറ്റീവാന്നാ ഡോക്ടർ പറഞ്ഞേ. ഇപ്പൊ എങ്ങനെയുണ്ട്? തോപ്രാങ്കുടിക്കാരന്റെ സെറ്റപ്പ് മനസ്സിലായടോ? ബ്രോക്കർ ഗുണാണ്ടേ. ഇപ്പൊ ശരിക്കും മനസ്സിലായി. അതെ, ഈ ഉച്ചഭക്ഷണം എവിടെ കൊണ്ട് താമസിപ്പിക്കും? 2 ദിവസം ഇവിടെ താമസിച്ച് അവരും പിടിച്ച് നമ്മളെ പുറത്താക്കും. അതിനല്ലേ നമ്മുടെ ഒറീസക്കാരിൽ ലേബർ ക്യാമ്പ്. 5 സ്റ്റാർ ഫെസിലിറ്റി അല്ലേ. വെള്ളത്തിന്റെ ശല്യമില്ല, വെളിച്ചത്തിന്റെ ശല്യമില്ല, രണ്ടുമില്ല. എന്തിന്? മേൽക്കൂരുടെ ശല്യം പോലുമില്ല. മേപ്പോട്ട് നോക്കിയാൽ സ്റ്റാർസുകൾ മാത്രം. കാശില്ലാതെ ഒപ്പിടാനോ? വേറെ വല്ല കാര്യമുണ്ടെ പറയണേ. കാശ് തീർച്ചയായിട്ടും തരും. തൽക്കാലം സിമ്പതിയുടെ പുറത്തൊപ്പിട്ടാ മതി. ആദ്യം പറഞ്ഞ് പത്രത്തിന്റെ പുറത്തൊപ്പിട്ടാ മതിയെന്ന്. ഇപ്പൊ ഞാൻ പറയുന്നത് സിമ്പതിയുടെ പുറത്തൊപ്പിടാൻ. അതെന്നാ പണിയത്? എടോ, സിമ്പതി എന്ന് വെച്ചാ ദയാവധം. എന്നാ വധമായാലും വേണ്ടില്ല, എനിക്ക് എന്താ കാശ് കിട്ടേച്ചാ മതി. കാശുണ്ട്. അതെ, മേനോ സാറിന്റെ കയ്യിൽ നിന്ന് ഹോസ്പിറ്റലുകാർ നിനക്കെന്നും പറഞ്ഞ് കുറേ പണം വാങ്ങിക്കും. അതിൽ നിന്ന് 2 ലക്ഷം രൂപ നിനക്ക് തരും.
അത്രേ ഉള്ള എന്ത് കിട്ടിയാലും മതി എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ വരെ. ആ ഉള്ളതാട്ടെ. കാശിന്റെ കാര്യം ഉച്ചാഭാഷണിയെ ഞാൻ പുറത്ത് പറഞ്ഞ ഞാനും നീയും ഈ ആശുപത്രിക്കാരും പഠന മഹത്താ വല്ല ബാബു എന്ന ശശി എന്നൊക്കെ ഇല്ലാതെ എന്തൊട്ട് പേരത് ആരിട്ടാലെന്താ ഗ്യാസ് പോകുന്നത്. ആനക്ക് 2 പേര് ആനക്ക് തന്നെ ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതിന് അമിതമായിട്ടൊന്നും കാണുന്നില്ലല്ലോ. കുറച്ചുകൂടെ ചീപ്പായിട്ട് കിഡ്നി കൊടുക്കാൻ ആളുണ്ട് സാർ. ദിസ് ഈസ് മൈ കാർഡ്. ഫോണിന്റെ സിം കാർഡാ? നോ, വിസിറ്റിംഗ് കാർഡ്. കുട്ടി ആരാ? ഞാനൊരു കിഡ്നി ഏജന്റ് ആണ് സാർ. ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ മതി. പോടെ ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഒരു കിഡ്നിയുടെ വലിപ്പം പോലും ഇല്ലല്ലേ. പോടെ ബാക്കിയുള്ളവരുടെ കഞ്ഞൂടി മുട്ടിക്കാനായിട്ട്. ഞാൻ ഇവിടൊക്കെ തന്നെ കാണും. ജസ്റ്റ് റിമെമ്പർ. വേണ്ട, അത് പറഞ്ഞില്ലേ ഡിസംബറിൽ വരുള്ളൂ. എൻ്റെ വൃക്ക ദാനം ചെയ്യുന്നതിന് പരിപൂർണ സമ്മതം എല്ലാ ബോധത്തോടെയും നൽകുന്നു. വൃക്കദാനം ചെയ്യുന്നത് കൊണ്ടുള്ള അനന്തരഫലങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ വൃക്കദാനം ചെയ്യുന്നത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, മറിച്ച് എൻ്റെ പൂർണ്ണ സമ്മതത്തോടുകൂടി ആണ്. ഇയാളുടെ ബന്ധുക്കളുടെ സമ്മതം വാങ്ങിക്കണ്ടേ ഡോക്ടർ? അതല്ലേ നിയമം? യെസ്. അങ്ങനെ കുറച്ചധികം ഫോർമാലിറ്റീസ് ഉണ്ട്. അതിനുള്ള ഏർപ്പാട് ഞങ്ങൾ ഉടനെ ചെയ്യും. കേട്ടോ ചാമേവര? അല്ല, അതിപ്പോ ബന്ധുക്കളായിട്ട് വലിയ സ്നേഹത്തിലാ. ഇയാളുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരെ പോലെയല്ല. ബന്ധത്തിൽപ്പെട്ട സ്വന്തം ബന്ധുക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തമാണ് ബന്ധുക്കാരൻ. അത് ഞാൻ വിട്ടുപോയി. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഹിസ് സ്റ്റേ? അത് നമ്മുടെ ലേബർ ക്യാമ്പിൽ നല്ല സൗകര്യം. വേണ്ട, ഞാൻ വേണേ വല്ല ബസ് സ്റ്റാൻഡിലും കിടന്നോളാം, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമുണ്ട്. ഇയാൾ ഇനി എവിടെ താമസിക്കുന്നത് ഞാൻ തീരുമാനിക്കും. അത് തൻ്റെ ആവശ്യമല്ല, എൻ്റെ ആവശ്യമാണ്. എന്റെ പള്ളി ഇതിന്റെ അകത്താന്നു. വല്ല ഭൂകമ്പം വന്ന ഓടി പോലും കിട്ടത്തില്ലല്ലോ. ഇതാണ് ഫ്ലാറ്റ്. ഫ്ലാറ്റോ? ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളം ഒടിച്ച് വഴി കിടക്കുന്നതിനാ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. ഒന്ന് മിണ്ടാണ്ടിരിക്കുക. വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത്. സോ വാച്ച് യുവർ വേർഡ്സ്. മനസ്സിലായില്ലേ? ഞാൻ കോണിപ്പടി അറിയാൻ നോക്കോളാം. സാർ എത്തേണ്ടതിന് മുമ്പ് ഞാൻ എത്തും. എന്നാ താനും കൂടി ചെല്ലേ. ഞങ്ങളുടെ മല കയറുന്ന ഇതൊക്കെ പുല്ല. മല കയറി ഒന്ന് പതുക്കെ. കഴിവേറി നിന്റെ അപ്പം നീ മണി അടിക്കല്ല. അവിടെ നിൽക്കണ്ട. ഞാനല്ലേ പഴത്തെ ഇതിലേതായിപ്പോ നമ്മള് ആ കേപ്പി എവിടെ? വരുന്നേ ഉള്ളൂ. വായും പദവെന്ന് കാണും. നീ എന്തിനാ പോത്തെ ആ കിളവന്റെ മണി കഴിച്ചത്? വൃത്തികൾ പറയരുത്. അയ്യോ, ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. വരും. എന്റെ സാധനങ്ങൾ ഇവിടെ വെച്ചോളൂ. വൃത്തിയായിട്ട് സൂക്ഷിക്കുക. സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ഈ പെട്ടിക്കകത്ത് എങ്ങനെ കിടന്ന് ഉറങ്ങുന്നേ? ഞാൻ വല്ല വരാന്തേനും കിടന്നു പോവാം. സാറേ, ഒരു കള്ള ലക്ഷണമില്ലേ? ആർക്ക്? തനിക്കോ? എനിക്കല്ല, അവന്റെ മുഖത്ത്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലോ. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇതിന് നിൽക്കുമോ? താൻ പോയി കഴിക്കാൻ വലുതും. ആദ്യം അയാൾക്ക് എന്താ വെച്ചാൽ ചോദിക്കുക. എടാ പോത്തെ, നിനക്കെന്താ കൊലച്ചോറ് വേണ്ടേ? അവനെവിടെ പോയി?
ദേ സാറേ, നിന്ന നിപ്പിൽ അവനെ കാണാനില്ല.